പണ്ട് കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിംസിന്റെ കല്യാണം തന്നെ പുറത്ത് കാണാൻ പറ്റില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചു ചെറുപ്പത്തിൽ തന്നെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. അത് ഭയങ്കര വയസ്സായ ഉപ്പാപ്പന്മാരൊക്കെ പ്രായമുള്ളവരെ പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും ആയാലും ഇപ്പൊ ഓടി നടന്ന് വേഗം ചെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടവര് ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പൊ ജനറേഷൻ വളരെ മോശത്തിലേക്ക് എത്തുന്നുള്ളൊരു രീതിയാണ് ഇപ്പോഴത്തെ ജനറേഷൻ. കുട്ടികളുടെ ജീവിതവും ഭാവിയൊക്കെ നാളെ എന്താവും എന്നുള്ളത്. വാട്ടർ മെട്രോ മറിയൻ ഡ്രൈവിന്റെ ഉള്ളില് ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ തൂങ്ങിപ്പിടിച്ചിരിക്കണ കാണാം. നാളെ ഈ കുട്ടികളുടെ ജീവിതം എന്താകും എന്നുള്ള പല വിഷമങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ടാകും. താലി കെട്ടി ഭർത്താവ് കഴുത്തിൽ താലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെടുമല്ലോ, ഇതൊരു പെണ്ണല്ലേ ചെറുക്കനായാലും വെച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചത്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പ്രണയിക്കുന്നവർ ജീവിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പണ്ട് കാലത്തെ ജീവിതമൊക്കെ നല്ല ജീവിതമായിരുന്നു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കള് ഒക്കെ. അതാ ഇതിലെല്ലാം ഉൾപ്പെടും കുടുംബജീവിതം എന്നൊക്കെ പറയും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാരണന്മാർ പറയും, കാരണന്മാര് പോയി പെണ്ണിനെ കാണും. മുസ്ലിംസായാലും ഏത് സമുദായാലും അന്ന് മുസ്ലിംസിനാണ് കൂടുതൽ. അപ്പം കാരണന്മാരൊക്കെ പോയി പെണ്ണ് കാണാൻ അങ്ങോട്ട് പോകും. പെണ്ണിൻ്റെ വീട്ടിലും പോകും, ചെറുക്കൻ്റെ വീട്ടിലും പോകും. അത് പെണ്ണിൻ്റെ വാപ്പാമാരോ ചെറുക്കൻ്റെ വാപ്പാമാരാണ് പെണ്ണ് കാണാൻ പോകാൻ. അല്ലാണ്ട് പെണ്ണിനും ചെറുക്കനും ഒന്നും അന്നൊന്ന് സ്നേഹിക്കാനോ പരസ്പരം കണ്ട് ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കാനോ പറ്റുന്ന കാലമല്ല പണ്ടത്തെ കാലഘട്ടം. ഇസ്ലാമിലൊക്കെ പത്ത് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ചെറുപ്പത്തിൽ തന്നെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. അത് ഭയങ്കര വയസ്സായ ഉപ്പാപ്പന്മാരൊക്കെ പ്രായമുള്ളവരെ ഇന്ന് അതിനൊക്കെ കോടതി നിയമം വെച്ചു. പ്രായത്തിനനുസരിച്ച് കല്യാണം നടത്തി കൊടുത്താവുന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. പക്ഷേ പണ്ട് കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ കല്യാണം തന്നെ പുറത്ത് കാണാൻ പറ്റില്ല. ആ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് വെച്ചാണ് കെട്ട്. പെണ്ണിൻ്റെ വാപ്പായും ആ ചെറുക്കനും അതിന് വേണ്ടപ്പെട്ട ആരെങ്കിലും പെണ്ണിൻ്റെ ആൾക്കാരും മാത്രമേ ഉണ്ടാവുള്ളൂ. വാതിൽ അടച്ച് മുറിയുടെ ഉള്ളിലാണ് അന്ന് കെട്ട് നടക്കുന്നത്. ഇന്ന് ഇസ്ലാമിൽ പറഞ്ഞ മുസ്ലിമിൻ്റെ കല്യാണം നടക്കുന്നത് പുറത്താണ്. ഇപ്പം എല്ലാവരും ഈ പറയുമ്പോൾ ഇയാള് പറയണേ അയ്യോ എനിക്ക് പ്രണയമൊന്നും ഉണ്ടായില്ല. ഞാൻ ഇന്നുവരെ ആരും അങ്ങനെ പ്രണയിച്ച് കിട്ടിയിട്ടില്ല. ആരും ഇങ്ങോട്ട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടില്ല. ചേച്ചിയോട് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായമൊക്കെ ആയിരിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ കല്യാണം ആലോചിച്ചൊക്കെ ആരെങ്കിലും ഇപ്പൊ വരുമല്ലോ. അങ്ങനെയൊന്നല്ലാതെ അന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് മറിഞ്ഞിട്ട് പ്രണയമൊന്നും ഉണ്ടായിരുന്നു. അയ്യോ അതൊന്നും കേട്ടോ, അങ്ങനെയൊന്നും പോണ ആളല്ല. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അച്ഛനെ ഇല്ലായിരുന്നു. അച്ഛനെ ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ ആങ്ങളമാരും അമ്മാവന്മാരൊക്കെയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പൊ ഭയങ്കര പേടിയില്ല. അന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നമ്മളെ ഒക്കെ അന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ കാരണന്മാർ നോക്കും വളർത്തിച്ചതല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവരും വേഗം പോയി ഓടിച്ചെന്ന് ഇഷ്ടപ്പെടുക. പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും ആയാലും ഇപ്പോൾ ഓടി നടന്ന് വേഗം ചെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടവർ ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പം. അല്ല ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളുടെ ജീവിതവും ഭാവിയൊക്കെ നാളെ എന്താവും എന്നുള്ളത് നമുക്ക് ഭയങ്കര വിഷമങ്ങളാണ്. ഓരോ കാഴ്ചകളും അവരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ എറണാകുളം വാട്ടർ മെട്രോ മറിയൻ ഡ്രൈവിന്റെ ഉള്ളില് ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അവർ ഓരോരുത്തർക്കും ഓരോ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നടന്ന് സഞ്ചരിക്കുന്നുണ്ട്. നാളെ ഈ കുട്ടികളുടെ ജീവിതം എന്താകും എന്നുള്ള പല വിഷമങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ടാകും. കാരണം ജീവിതത്തിൽ പ്രണയിച്ചിട്ടില്ലേ? എനിക്ക് പ്രണയിച്ചല്ല, ഞാൻ സാധാരണ കല്യാണം കഴിച്ചത്. കല്യാണത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താലി കെട്ടി ഭർത്താവ് കഴുത്തിൽ താലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെടുമല്ലോ, ഇതൊരു പെണ്ണല്ലേ ചെറുക്കനായാലും വെച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചത്. കാരണം പറഞ്ഞാൽ അച്ഛനെ ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് സുഖമില്ലാത്തായിരുന്നു. 2 ഹാർട്ട് അറ്റാക്ക് ഒക്കെ കഴിഞ്ഞാൽ. പിന്നെ ആങ്ങളമാരൊക്കെ ചെറുതായിരുന്നു. പിന്നെ ഞങ്ങൾ 2 കൂടി മക്കളാണ്. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും എന്നെ ടെൻഷനായിരുന്നു. എൻ്റെ കാര്യത്തിൽ ആര് നോക്കും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എന്ന്. പിന്നെ അതിലൊക്കത്തെ ഒരു ചേച്ചിയായിട്ടാണ് സുഖമില്ലാണ്ട് ചേച്ചി ആശുപത്രി കിടന്നിരുന്നു. അപ്പോൾ ചേച്ചി എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ അവിടെ തൊട്ടടുത്ത് ആ ബാഡി അവർ ചേർന്നുള്ള ബെഡേ കിടക്കണ്ടായി. അപ്പോൾ ആ ചേച്ചിയുടെ ഒരു കൊച്ചിനെ അവിടെ കൊണ്ട് കൊടുക്കാൻ പോയതാണ് ഞാൻ. അപ്പോൾ ആ ചേച്ചി സുഖമില്ലാണ്ട് പാറമണയിൽ പോയി പണിക്ക് കരിഹല്ല് കാലേ വീണ്. ഓമനയെന്ന് പറയും ആ ചേച്ചിയുടെ പേര്. തച്ചോളി ഓമന എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത്.
അപ്പം ആ ചേച്ചിയാണ് എൻ്റെ കല്യാണം എല്ലാം കൊണ്ടുവന്നത്. തച്ചോളി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വടക്കൻ പാട്ട് അങ്ങനെ എനിക്കറിയില്ല. അവർ ശരിക്കും പറയപ്പെടുന്നത് അങ്ങനെയാണ്, അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അവരൊക്കെ നമ്മുടെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ടിലേക്ക് പോകുമ്പോൾ വെങ്ങോലയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവർ വീട്ടുപേരൊക്കെ അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പം ആ ചേച്ചിയാണ് എൻ്റെ കല്യാണമല്ലോ ഉള്ളൂ. ആ ചേച്ചിയുടെ അടുത്താണ് എൻ്റെ ഭർത്താവിൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ കിടന്നായിരുന്നത്. അപ്പോൾ കൊച്ചിനെ കൊടുത്തുകൊണ്ട് വന്നപ്പോൾ ഇച്ചിരി ചോറൊക്കെ വന്ന് കൊണ്ട് കൊടുത്തു. ഞാൻ തിരിച്ചു പോരുകയും ചെയ്യുന്നത്. അന്ന് ഞാൻ മഹിളാ സമാജത്തിൽ ജോലിക്ക് കൊണ്ടായിരുന്നു. പിന്നെ രാവിലെ 11 മണി തൊട്ട് 1 മണി വരെ ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു അറ്റൻഡറായിട്ട്. അങ്ങനെയൊക്കെ ജോലിക്ക് പോണ ടൈമായിരുന്നു ഞാൻ. അപ്പോൾ ആ ചേച്ചി വന്ന് എൻ്റെ അമ്മോട് പറഞ്ഞു, ഇങ്ങനെ പുള്ളിക്ക് മിൽമയായിരുന്നു, മിൽമ നടത്തിക്കൊണ്ടിരുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു, ആ ചേച്ചിയോട് പറഞ്ഞു, ഇവർ എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇന്നെന്താ അവർ വിചാരിച്ചു ഞാൻ അനിയത്തിയാന്ന്. ആ ചേച്ചി പറഞ്ഞു, അനിയത്തിയല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയുടെ മോളാണ്. അതിൻ്റെ കാര്യം പറഞ്ഞാൽ കഷ്ടമാണ്, അതൊക്കെ പണിയെടുത്ത് കൊണ്ടുവന്നാണ് കുടുംബമൊക്കെ പോറ്റോ നോക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ചേട്ടൻ്റെ അമ്മ പറഞ്ഞു, 5 പവനും 5000 രൂപയും കൊടുക്കാൻ എൻ്റെ മോനെ കൊണ്ട് ആലോചിച്ചിട്ട്, പക്ഷെ ഞങ്ങൾ 2 മതമാണ്. അങ്ങനെയാണോ പറഞ്ഞത്. ആ വിവരം ഈ ചേച്ചി വന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് വെച്ചു. പിന്നെ അമ്മയുടെ ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഈ കുട്ടി സമുദായത്തിൻ്റെ ഒരു ഇത് വെച്ച് ഞങ്ങളുടെ ആൾക്കാർക്ക് ഇഷ്ടക്കുറവായിരുന്നു. ആരും തന്നെ അധികം എൻ്റെ ആൾക്കാർ കൂടിയില്ലായിരുന്നു. പിന്നെ അയലക്കത്തുനിന്നുള്ളവരൊക്കെ കൂടി എൻ്റെ അമ്മ, എൻ്റെ ആൾക്കാർ, അങ്ങനെയുള്ള എൻ്റെ വീട്ടിലുള്ളവർ മാത്രം. അമ്മയുടെ അമ്മയൊന്നും ഇതിന് സഹകരിച്ചില്ല, കൂടിയില്ല. എന്നുവെച്ചാൽ അവരൊക്കെ ചോമാരാ, കൊച്ചിക്കാരൊക്കെയാണ്. വലിയ വീട്ടിലെ പണ്ട് കാലത്തൊക്കെ ഉള്ള നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കൊലയോ പയ്യനൊക്കെ കൊണ്ടുവന്ന് എന്നെ കെട്ടിക്കാന്ന് പറഞ്ഞാൽ അമ്മയുടെ ആങ്ങളമാരൊക്കെ വളർത്തി തന്നെ. അപ്പം അവർക്കൊക്കെ ഇഷ്ടക്കുറവായിരുന്നു ഒന്ന് ഈ കല്യാണത്തിന്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കല്യാണമൊക്കെ നടന്നത്. പിന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചാണ് കെട്ടിടുന്നത്. വലിയ ആർപ്പാടമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ സത്യമൊന്നും നടത്തിയില്ല. ആ കൂടിയവർക്ക് മാത്രം തൽക്കാലം ഓരോ ചായ കടിയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കല്യാണം. പ്രണയിക്കുന്നവരോട് ചേച്ചിക്ക് എന്താണ് പറയുന്നത്? ഈ തലമുറയിൽ പ്രണയിക്കുന്നവരെന്ന് പറയുമ്പോൾ പഴയ കാലത്ത് മനസ്സ് തുറന്ന് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആളുകൾ ജീവിച്ച പോലെയുള്ള ജീവിതം ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പ്രണയിക്കുന്നവർ ജീവിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എവിടെയും ഏത് സിനിമ നടന്മാരായാലും നടികളായാലും അല്ലാതെ സാധാരണ കുട്ടികളായാലും കല്യാണം കഴിഞ്ഞ് കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്ക് അവർ വേഗം ബന്ധം ഏർപ്പെടുത്തലാണ്. അപൂർവ ജീവിക്കുന്നവരെ കണ്ടിട്ടുള്ളൂ. പ്രണയം അപ്പം ഇല്ലാന്നാണ് ഇപ്പോഴത്തെ തലമുറയിൽ പ്രണയം അല്പാത്ത പ്രണയം ഇല്ലാന്നാണോ പറയുന്നത്? ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1000-ൽ എവിടെയെങ്കിലും ഒരെണ്ണമൊക്കെ ഉണ്ടാവും. ബാക്കിയൊക്കെ ചുമ്മാ നമുക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല. കാരണം ഇപ്പോൾ ഞാൻ ചിലപ്പോൾ മിക്കപ്പോഴും കാണും, ഇന്ന് കാണുന്ന കുട്ടിയെല്ലാം മറ്റേ കുട്ടിയുടെ കൂടെ കാണുന്നത്. മാറി മാറിയൊക്കെ പല കുട്ടികളാണ് മാറി മാറി വരുന്നത്. പിന്നെ ചില കുട്ടികളൊക്കെ വിഷമം തട്ടുമ്പോൾ അവർ ആകെ ടൈഡായിട്ട് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഇവിടെയൊക്കെ തൂങ്ങി പിടിച്ചിരിക്കണ കാണാം പിള്ളേരൊക്കെ. അപ്പം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമായിരിക്കണം എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പിള്ളേരോടൊക്കെ പറയാറുണ്ട്, എന്ന് വെച്ചാൽ ചില കുട്ടികളോട്, എല്ലാവരും ഉള്ളതല്ല, നമ്മളോട് ഇഷ്ടപ്പെട്ട് സംസാരിച്ചൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കുട്ടികൾ മക്കളെ സൂക്ഷിച്ചാൽ നിർത്തിക്കണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ വളരെ മോശത്തിലേക്ക് എത്തുമെന്നുള്ളൊരു രീതിയാണ്. പക്ഷെ കല്യാണങ്ങളൊക്കെ എടുപിടിയെന്നൊക്കെ നടക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ കല്യാണം നടത്താമെന്ന് പറഞ്ഞാൽ സമയവും കാലവും ഒക്കെ ഉണ്ട്. അത് നോക്കിയൊക്കെയാണ് ചില പണ്ട് എന്നാ ചിങ്ങമാസത്തിൽ കല്യാണം നടക്കുന്നോ, കർക്കിടക മാസത്തിൽ കല്യാണം നടത്താൻ പാടില്ലെന്നോ, അങ്ങനെയൊക്കെ ഒരു വർഷക്കണക്കുകളൊക്കെ നോക്കാറുണ്ട്. ആണ്ടുകളൊക്കെ ചില സമയങ്ങളും ദോഷമുള്ള സമയങ്ങളും നല്ല സമയങ്ങളും എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പണ്ട് കാലത്തൊക്കെ അതിനാണ് ജാതകം നോക്കുക എന്ന് പറയും. പിന്നെ ചില പഴയ കാലത്തൊക്കെ ജാതകം നോക്കി കുറെ കുട്ടികൾ കല്യാണം കഴിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ട്. ജാതകം ചേരൂല, എന്നാ ജാതകമാണ്, ചൊവ്വ ദോഷം അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചില കുട്ടികളൊക്കെ വീട്ടിൽ കല്യാണം കഴിക്കാതെ ഇരുന്ന് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് പഴയ കാലത്ത്. അത് അപൂർവം മാത്രപ്പോഴും എന്നാലും ഉണ്ട്. കൈത്തെട്ടാതൊക്കെ ഇരിക്കുന്ന കുട്ടികളും പ്രായം കഴിഞ്ഞ് ഇരിക്കുന്ന വലിയ വലിയ കുടുംബങ്ങളിലൊക്കെ ഇരിക്കുന്ന കുട്ടികളും പണ്ടുണ്ട്. പക്ഷെ ഇപ്പം എന്നൊക്കെ അവർ പറയണ സമയം കൊണ്ട് അവർ തന്നെ തിരഞ്ഞ് അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ അങ്ങോട്ടും കൂടെ അവർ തന്നെ ചേർന്ന് പോകും. എനിക്ക് എപ്പോഴും ഇഷ്ടം പഴയത് തന്നെയാണ്. എന്നുവെച്ചാൽ അതിന് ഒരു കെട്ടുറപ്പുണ്ട്, അതിന് ഉത്തരവാദിത്വമുണ്ട്,
എന്തെങ്കിലും ഒരു പെണ്ണും ഒരു ആൺകുട്ടി സ്നേഹിച്ച് കല്യാണം കഴിച്ച് പോയാൽ ആ ചെറുക്കം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കളഞ്ഞിട്ടിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് അത് വിഷമം വരുമ്പോൾ അത് ഇപ്പോൾ ഉള്ള കാരണന്മാർ അത് അവരെ സ്വീകരിക്കില്ല. പണ്ട് അങ്ങനെയല്ല. പണ്ട് കാരണന്മാരോ പോയി അച്ഛന്മാരോ പോയി പെണ്ണ് കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അവരെ പിന്നെ വിരുന്ന് ഉറപ്പിക്കുക. ആ വിരുന്ന് ഉറപ്പിക്കലിലാണ് പെണ്ണും ചെറുക്കനും കാണുന്നത് പണ്ട് കാലത്ത്. മുസ്ലിംസിൻ്റെ ആണെങ്കിൽ ബാപ്പാമാർ പോയി ഉറപ്പിച്ചുകൊണ്ട് വരുള്ളൂ. കെട്ടിൻ്റെ സമയത്ത് മാത്രമേ പെണ്ണും ചെറുക്കനും അന്ന് കാണുന്നുള്ളൂ. ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരുപാട് ജനറേഷൻ കുട്ടികളുടെ ജീവിതത്തിൽ എന്താവും എന്നുള്ള പല വിഷമങ്ങളും വേദനകളും എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ 2 കുട്ടിയുടെ അമ്മയാണ്. അതുകൊണ്ടാണ്. കാരണം പിന്നെ നാളെ ഒരു കുട്ടികളും കരയരുത്, ഒരു പെൺകുട്ടികളുടെയും കണ്ണീര് ഭൂമിയിൽ ചാടരുത്, ഈ പെൺകുട്ടികൾ വേദനിക്കാൻ ഇട വരുത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിടിപിടിന്ന് പണ്ട് കാലത്തൊരു പരിപാടിയുണ്ട് മുസ്ലിംസിന്. ഒരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വയസ്സായ ഉപ്പാപ്പന്മാരെ പ്രായമുള്ളവരെ കൊണ്ടുവന്നാണ് 15 വയസ്സാകുമ്പോഴത്തേക്ക് പിടിച്ച് കെട്ടിച്ചുവിടും. ഇന്ന് പ്രായം പരിധിയൊക്കെ നോക്കി അവർക്ക് ഇഷ്ടമാണവരെ കെട്ടിച്ചാൽ മതി എന്നൊക്കെ ഒരു നല്ല നിയമങ്ങളൊക്കെ മുസ്ലിംസിന് വന്നിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണന്മാർ പറയുന്നവരെ കല്യാണം കഴിച്ചോളൂ എന്നുള്ളതാണ് അന്ന്. അപ്പം ആ ഒരു രീതിയല്ല നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം, ഇപ്പോഴത്തെ ജനറേഷനും കുട്ടികളും. എന്താവും എന്നുള്ളൊരു പല ചിന്തയും എനിക്കുണ്ട്. കാരണം ഞാനിവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കാനാണ്. നാളെ ഒരു കുട്ടികളും കരയാതെ, ഒരു പെൺകുട്ടികളും കണ്ണീരൊഴുക്കാതെ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ മനസ്സ് പറയണേ. പക്ഷേ എന്താവും എന്നുള്ളൊരു വേദനയും വിഷമവും എനിക്കുണ്ട്.